ഹായ്, ആശാൻ. ഗപ്പി, അമ്പിളി എന്ന സിനിമകൾക്ക് ശേഷം ജോൺ പോൾ ജോർജ് കഥയെഴുതി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആശാൻ. ആശാൻ സിനിമയിൽ മെയിൻ ക്യാരക്ടറായിട്ട് എത്തുന്ന നമ്മുടെ ഇന്ദ്രൻ സേട്ടനാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോമോൻ ജ്യോതിറുണ്ട്, പിന്നെ ശോഭി തിലകൻ. ഏതാണ്ട് ഒരു 100ഓളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ആശാൻ എന്ന സിനിമ എടുത്തിരിക്കുന്നത്. ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഒരു മെയിൻ ഇതാണ്. കാരണം അമ്പിളി അതുപോലെ തന്നെ ഗപ്പി സിനിമകളൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പം ആ ഒരു ലെവലിലേക്ക് ഈ ഒരു സിനിമ എത്തും എന്നാണ് പ്രതീക്ഷിച്ചാണ് തിയേറ്ററിൽ പോകുന്നത്. എന്തായാലും സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമയ്ക്കുള്ളിലെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ആശാൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ. പുള്ളി ക്യാരക്ടറാട്ടോ. പുള്ളി സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒരു കാലത്ത് പുള്ളിയെ കളിയാക്കിയവരും പുള്ളിക്ക് ഈ സീരിയസ് റോളുകളൊന്നും വഴങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെയൊക്കെ പല പ്രാവശ്യവും നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ എന്താ പറയുക, കോമഡിയും വൈകാരികവും ഇമോഷണലൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സിനിമ. വേഫെയർ കമ്പനിയാണ് സിനിമ നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ജോമോൻ ജ്യോതിർ ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ശോഭി തിലകൻ്റെ ഒരു ക്യാരക്ടറാണ്. പുള്ളി ഇതിനകത്തൊരു ഡയറക്ടറിൻ്റെ റോളിലാണ് എത്തുന്നത്. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഡയറക്ടർ, അതുപോലെ തന്നെ സ്വന്തം കടപ്പാടുമൊക്കെ വിറ്റ് പ്രൊഡ്യൂസും കൂടെ ചെയ്യുന്ന ഒരാളായിട്ടാണ്. എടുത്ത പടങ്ങളെല്ലാം പൊട്ടി അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് ഒരു സിനിമ ഷൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നതാണ് ഈ സിനിമയുടെ ഒരു കഥ. അപ്പോൾ സിനിമാ മോഹം ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ആശാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു സിനിമയിൽ ഒരു റോള് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്ഥലം നമ്മുടെ ജോമോൻ ജ്യോതിർ, പുള്ളി ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു ഡയറക്ടർ ആകാൻ വേണ്ടി കൊതിച്ച് നടക്കുന്ന ഒരാൾ. അപ്പം സിനിമയ്ക്കകത്തുള്ള എല്ലാ സംഭവങ്ങളും വളരെ രസകരമായ രീതിയിൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചിരിക്കാനായിട്ടുള്ള കോമഡിയൊക്കെ ഉണ്ട്. ഇമോഷണൽ രംഗങ്ങളൊക്കെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് നമ്മുടെ വിമൽ ജോസ് ആണ്. നൈസായിട്ടുണ്ട് കേട്ടോ, അടിപൊളി സിനിമോട്ടോഗ്രാഫിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അനീഷ് ആൻഡോ. അങ്ങനെ എല്ലാ വശങ്ങളും നല്ല എന്താ പറയുക, നൈസായിട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു അടിപൊളി ഒരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം. വലിയ സംഭവമൊന്നുമല്ല, ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ദഹിക്കണമെന്നൊന്നുമില്ല. പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും. കാരണം ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന സംഭവം, ഈ ബാഹുബലി സെറ്റൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ആ സിനിമ കണ്ടാൽ എങ്ങനെ ഇരിക്കും, റിയലായിട്ട് ഷൂട്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നുമല്ലോ അല്ലേ. ആ ഒരു സംഭവം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരേ സ്ഥലത്ത് തന്നെ 2 സിനിമകളുടെ ഷൂട്ട് നടക്കുന്നു. ആ സിനിമ പിന്നെ അവസാനം നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്നു. കഥകളിയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ റിയൽ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ സംഭവം വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തേക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ എൻഡിങ് പോർഷനിൽ അദ്ദേഹത്തെ സിനിമയ്ക്ക് അത് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ 100-100ഓളം ജൂനിയർ ആർട്ടിസ്റ്റുണ്ട്. എല്ലാവരും നല്ല പെർഫെക്ഷനായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇന്ദ്രൻ സേട്ടൻ്റെ ആശാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പുള്ളിയൊക്കെ വേറെ ലെവല് പെർഫോമൻസാണ് ഇതിനകത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ദ്രൻസിൻ്റെ ആ ഇമോഷണൽ രംഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, ജോമോനുമായിട്ടുള്ള ചില കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. പുള്ളി ജോമോൻ ത്രൂ ഔട്ട് കോമഡി ചെയ്തുകൊണ്ടിരുന്ന ആൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളിലേക്കാണ് ഇതിനകത്ത് എത്തിയിരിക്കുന്നത്. എല്ലാവരും ചെയ്തിരിക്കുന്നവരെല്ലാവരും നല്ല പെർഫോമൻസാണ്. വേഫെയർ ചുമ്മാ ഒരു സിനിമ എടുക്കത്തില്ലല്ലോ. ഇതിൻ്റെ അവസാനത്തെ ഒരു പോർഷനിൽ നമ്മുടെ മമ്മൂക്കാടെ ഒരു വോയിസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുവന്നും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ഇത് തോന്നി. പക്ഷേ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ. 2 മണിക്കൂർ 45 മിനിറ്റ് അങ്ങോട്ടാണ് സിനിമ ഉള്ളത്. അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കുറച്ച് വലിഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. കാരണം ഫസ്റ്റ് ഹാഫ് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഉണ്ട് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്ത്, സെക്കൻഡ് ഹാഫിലും കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിലും ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. അതുപോലെ ശോഭി തിലകൻ്റെ ചില സീനൊക്കെ കാണുമ്പോഴല്ലോ, സത്യം പറഞ്ഞാണ്ടല്ലോ നമ്മുടെ തിലകൻ ചേട്ടൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതിനൊക്കെയായിട്ട് തോന്നും കേട്ടോ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു സിനിമ ഒരു നടനെ കാണിക്കും, ഒരു നായകനെ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. പുള്ളിയും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ പോയി കാണാം. ഒരു അമ്പിളി ഗപ്പി എന്ന ആ ഒരു സിനിമയുടെ അത്രയും ഒരു ലെവലിലേക്ക് സിനിമ എത്തിയിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മോശം പറയാത്ത രീതിയിൽ
സിനിമ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. ചില ഇമോഷണൽ രംഗങ്ങളും ചില കോമഡി രംഗങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ആ സ്ഥാനത്തിടുന്ന ചില കോമഡികളും. എന്താണേലും തിയേറ്ററിൽ പോയി സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ.